കയ്യടി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതെ ഞാനൊരു അറിയപ്പെട്ടാണെന്ന് നിങ്ങളുടെയൊക്കെ ഒരു ധാരണ. ഞാൻ ഒരു അഭിപ്രായം പറയാൻ വന്നത്. പറയാ അതിനെന്താ? കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അതെ നമ്മുടെ പ്രോഗ്രാമിന് ഞാൻ കാണുന്നുണ്ടല്ലോ പുറത്തു നിന്ന് ചിരിയുണ്ട്, പക്ഷെ ചിന്തയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഞങ്ങളിവിടെ ഒരു സെക്യൂരിറ്റി വെക്കുന്ന കാര്യമൊക്കെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ പലരും കയറി വരും. ശരി, നിങ്ങൾ പറഞ്ഞോ. ചിലപ്പോ ഏതാള് പറയുന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കണമെന്നല്ലേ ഡയാനെ? കേൾക്കാം. ശരി, അതെ പറയട്ടെ. അതെ, ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ആ വിമർശനങ്ങളെ നമ്മൾ ശാന്തമായി കൈകാര്യം ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഡയാനയുടെ അവതരണത്തെക്കുറിച്ച് 2 അഭിപ്രായമുണ്ട്. 1 കൊള്ളത്തില്ല, 2 കൊള്ളുകയില്ല. ചേട്ടാ നിങ്ങളിങ്ങനെ സംസാരിക്കരുത്. കണ്ടോ വിമർശനം വന്നപ്പോൾ പൊട്ടിത്തെറിച്ചല്ലോ. ഞങ്ങളുടെ കൊച്ചിനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ കൈയും കാലും പിടിച്ച് ഇവിടെ ഒരു പരിപാടിക്ക് നല്ലൊരു അവതാരക വേണമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ആ കൊച്ചിനെ പറ്റിയാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഞാനിപ്പോൾ ആരെയും കുറ്റം പറയാൻ വേണ്ടി വന്നതല്ല. ഞാൻ പറഞ്ഞ പ്രോഗ്രാമിന് പുതിയ പുതിയ ഐഡിയാസ് വേണം. അങ്ങനെ പുതിയ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്തെങ്കിലേ കയറി പോകത്തുള്ളൂ. എന്താ ഐഡിയ ഉള്ളത്? ഞാൻ പറയാം പുതുമ അപ്ഡേഷൻ വേണം. ഇപ്പൊ നിങ്ങളുടെ ഇവിടെ നമ്മൾ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വിളിച്ചു എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് പുതുമ ചെയ്യും? നമ്മൾ എന്തെല്ലാം ചെയ്യാം. ഇപ്പൊ കൊറോണ കാലമായതുകൊണ്ട് കൊറോണയ്ക്ക് വേണ്ടി എന്തെല്ലാം ഇപ്പം നമുക്ക് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്ന പുതിയ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവരെ കൊണ്ട് നമുക്ക് ഒരു കൊറോണ പരിപാടി അവതരിപ്പിക്കാൻ വന്നാൽ എങ്ങനെ ഇരിക്കും? കൊറോണ വന്ന് ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് കൊറോണ പരിപാടി അവതരിപ്പിക്കുകയാണ്. ഡയാനും പിഷാരയൊക്കെ സാനിറ്റൈസറും മാസ്കും ഒക്കെ ഉപയോഗിച്ച് അതിനെ കൈകാര്യം ചെയ്ത് തോപ്പിക്കുന്നു. ആശയപരമായി ചിന്താപരമായി ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ് അല്ലേ? കൊള്ളാവുന്ന സാധനമാണ് കേട്ടോ. ഒരു കൊറോണ വൈറസ് നിന്ന് പരിപാടി ചെയ്യുന്നു, അത് മാസ്കും സാനിറ്റൈസറും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ നിർവീര്യമാക്കുന്നു. വെരി ഗുഡ്. നമ്മൾ നല്ല ഒരു തോട്ട് ഇവിടെ വന്നാൽ നമ്മൾ എപ്പോഴായാലും എടുക്കും. നമുക്കത് നാളെ തന്നെ നിങ്ങളുടെ ഒരു എപ്പിസോഡായിട്ട് ഷൂട്ട് ചെയ്യാം. നാളെ വേണ്ട, ഇപ്പൊ അങ്ങ് ഷൂട്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ ആവശ്യത്തിന് കണ്ടന്റ് ആയല്ലോ, നാളെ ഷൂട്ട് ചെയ്യാം. നിങ്ങളുടെ കോസ്റ്റ്യൂംസിന്റെ പ്രശ്നമല്ലോ, കോസ്റ്റ്യൂമിന്റെ നമുക്ക് നാളെ ഷൂട്ട് ചെയ്യാവുന്നേ. അല്ലെന്ന് ആർട്ട് പ്രോബ്ലം വല്ലതും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ കാശ് അല്ല, ആർട്ട് സാധനം കൊണ്ട് ഇത് അങ്ങനെ ആർട്ടൊന്നും വെച്ചിട്ടുള്ള ഷോ അല്ലല്ലോ. നമുക്ക് നാളെ ഷൂട്ട് ചെയ്താൽ മതിയല്ലോ, നാളത്തെ എപ്പിസോഡ് ചെയ്യാതെ. അല്ല, ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത് കാര്യമുണ്ടെന്ന്. എന്ത് കാര്യം? ഇപ്പൊ അടുത്ത ചെയ്യാൻ പോകുന്ന മറ്റേ തണ്ണീർത്തടം ശുദ്ധിയല്ലേ, അതെ, അവൻ അവിടെ നിന്ന് റിഹേഴ്സൽ ചെയ്യുന്ന ഞാൻ കണ്ട്. അവൻ ഇങ്ങനെ വന്ന് കയറുമ്പോൾ അവൻ പറഞ്ഞോളെ അവൻ അവിടെ റിഹേഴ്സൽ ചെയ്ത സാധനം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള കള്ളത്തരം പറയുന്നതാണ്. എനിക്ക് അതിന്റെ കാര്യം എന്തോ ഈ ജനുവിനായിട്ട് സംഭവം വരുമല്ലോ. ഷരടി, ഇത് കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെ എന്താ കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെയാണ്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ഇരിക്കട്ടെ. കാര്യം വേറെ 1-2 പേര് അപ്പുറത്ത് റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. അവരുടെ സബ്ജക്റ്റ് ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണമല്ലോ. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്. ഈ കൊച്ചു അഭിനയിച്ച സിനിമയൊക്കെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നല്ല അവതരണമാണ്. തമാശയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അത് വിഷുവിനും അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സത്യം വിളിച്ചു പറയും.